പുതിയ ഗായകരെ കണ്ടെത്തുന്നതിലും അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിലും ശ്രീനിക്ക് യാതൊരു വിഷമവുമില്ല. പല ആൾക്കാർക്കും പുതിയ ആൾക്കാരിങ്ങനെ രംഗത്തേക്ക് വരുമ്പോൾ ചെറിയൊരു വീർപ്പോട്ടലൊക്കെ ഉണ്ടാവും. പക്ഷേ ശ്രീനി അക്കാര്യത്തിൽ വളരെ തുറന്ന മനസ്സുള്ളതാണ്. ശരിക്കും ഞാൻ കുറേ ആൾക്കാർ ഇദ്ദേഹത്തിന് വളരെ ശ്രീനിക്ക് പരിചയം ഉണ്ടാവും. നോക്കിയാളെ കാർത്തിക് കാർത്തികിന് പറയാനുമുണ്ട്. കാർത്തികിന് ശ്രീനിയെ കുറിച്ച് ഒരുപാട് പറയാനുണ്ട്, പറഞ്ഞു തീരാൻ പറ്റുന്നില്ല. I have so much love and respect for him. He was the one who introduced me to Mr. A.R. Rahman, and he's been a mentor, and we've spent a lot of time together. He's especially in the initial part of my career, I think Srinivas sir helped me a lot, and here's me wishing him all the very best for a fantastic life ahead and a great career. ശ്രീനി, ഒരുപക്ഷെ ഇതുപോലുള്ള പ്രതിഭകളിൽ നിന്ന് ഇങ്ങനെയുള്ള കാർത്തിക് ശരിക്കും ഇത്രയും ഫോക്കസ്ഡ് ആയിട്ട് ടാലൻറ്റഡ് ആയിട്ടുള്ളൊരു യങ്സ്റ്ററിനെ ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. ഞാൻ വെറുതെ ഇൻട്രൊഡ്യൂസ് ഹിം ടു റഹ്മാൻ, അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് he has worked so much to come up, and today he's a star and beyond. എവിടെയോ എത്തിക്കഴിഞ്ഞു അയാൾ. He deserves all the success that he has got, and I'm very happy for him and always proud of him, of his musical growth. Karthik is exemplary talent. ശ്രീനി പക്ഷേ ഒരുപാട് യങ്സ്റ്റേഴ്സിനെ പ്രോത്സാഹിപ്പിച്ച ശ്രീനിക്ക് ഇപ്പോൾ ചിന്മയി ഉണ്ട്. കാർത്തിക് ചിന്മയി ഓൾസോ. ഇവരൊക്കെ നമ്മൾ കാണും, അവരുടെ ടാലൻ്റാണ് നമ്മൾ കാണുന്നത്, വേറൊന്നും കാണുന്നില്ലല്ലോ. അവരുടെ ടാലൻറ്റ് കണ്ടിട്ട് പലരും വളർന്നു പോയ ശേഷം പിന്തിരിഞ്ഞ് നോക്കാറില്ല എന്നുള്ളൊരു പരാതി വല്ലതും ഉണ്ടോ? നമ്മൾ അങ്ങനെ ഒരു പരാതി ചെയ്യുന്നത് തെറ്റാണ്. എനിക്ക് ആഗ്രഹിക്കാൻ പാടില്ല. എനിക്കിഷ്ടമുള്ള ഒരുപാട് ആൾക്കാർക്ക് അങ്ങനെ പരാതി കാണും. ഇങ്ങനെ ഞാൻ തന്നെ വളർത്തിവിട്ട ആൾക്കാർ എന്നെ നോക്കുന്നില്ല, എന്നെ മറന്നുപോയി എന്നുള്ള. ബട്ട് അതല്ല, ദാറ്റ് ഇസ് നോട്ട് ഇമ്പോർട്ടൻറ്റ്. യു സീ ദർ ടാലൻറ്റ് ആൻഡ് യു പ്രൊമോട്ട് ദം, ആൻഡ് ദ റെസ്റ്റ് ഇസ് അപ് ടു ദം. അല്ല, യു ഷുഡ് ബി ഹാപ്പി ദാറ്റ് ദേ ആർ ഡൂയിങ് വെൽ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഒരിക്കലും അവരെങ്ങനെ ചിന്തിക്കുന്നു, അവരിങ്ങനെ ഇതുപോലെ പരിഗണിക്കണമെന്നൊന്നും ശ്രീൻ ചിന്തിക്കാറില്ല. അവർക്ക് അവരുടെ ജീവിതം അവരുമായിട്ട് മുന്നോട്ട് പോയിക്കോട്ടെ. ഡെഫിനറ്റ്ലി നമ്മുടെ ഒരു നിമിത്തമാകുന്നേ ഉള്ളൂ. ഡെഫിനറ്റ്ലി അവർ ഇറ്റ്സ് ദെയർ ലൈഫ്, നോ ഓൾവേസ്. നമ്മളൊരു നിമിത്തമാവുന്നു, ദാറ്റ് ഈസ് ദ റൈറ്റ് വേർഡ്. ശ്രീനി പക്ഷേ പല മേഖലയിലും കൈവച്ചിട്ടുണ്ട്. പരസ്യം, ഭക്തിഗാനങ്ങൾ, ഗസല്, ആൽബം, എവിടെയൊക്കെയാണ് കൈവെക്കാത്തത്? മ്യൂസിക് ഡയറക്ഷൻ, അതിലേക്ക് വരാം. റിയാലിറ്റി ഷോസ്, പരസ്യത്തിലേക്ക് പോകാം. പരസ്യം, we actually go way long back in our days of jingles, advertising jingles, and you've done a lot of jingles for me, for Mani Sharma. എനിക്ക് ഈ അവസരത്തിൽ ഒരു ചോദ്യം ചോദിക്കാനുള്ളത്, എന്നോട് പലരും ചോദിക്കുന്നത് ആഡ് ഫിലിം ആണോ ഫീച്ചർ ഫിലിം ആണോ കൂടുതൽ എൻജോയ് ചെയ്യാന്നുള്ളതാണ്. അതുപോലെ തന്നെ ഞാൻ ശ്രീനിയോട് ചോദിക്കുന്നത്, ജിങ്കിളാണോ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യാറുള്ളത്, അതോ പാട്ട് സിനിമയിൽ പാടുമ്പോഴാണോ? This is VK Prakash. VKP, no? He's wearing glasses. അപ്പോൾ എത്ര കാലമായി കണ്ടിട്ട്? ഒരുപാട് ഭയങ്കര. ബട്ട് കണ്ടിട്ട് കുറേ കാലമായി. ഐ സ്പോക്ക് ടു ഹിം ഫോണിൽ സംസാരിച്ച് ഒരു 6-7 months മുമ്പ് ഫോണിൽ സംസാരിച്ചിരുന്നു. പക്ഷെ ജിംഗിൾസ് ഒരുപാട് പാടിയിട്ടുണ്ട് ആദ്യം VKPക്ക്. ശ്രീനിക്ക് സിനിമാ സംഗീതമാണോ ഇഷ്ടം, ജിംഗിൾസ് ആണോ ഇഷ്ടം എന്നാണ് VKP ചോദിക്കുന്നത്. പൈസയിനാണ് കൂടുതൽ കിട്ടുക ശ്രീനി? മ്യൂസിക്കായിട്ട് ഞാൻ കാണുന്നുള്ളൂ എല്ലാം. എനിത്തിങ് ദാറ്റ് എക്സൈറ്റ്സ് മീ ഇസ് ഗുഡ്. ഒരു ജിംഗിൾ എക്സൈറ്റ് ചെയ്യുമ്പോൾ ഇറ്റ്സ് നൈസ്, ഫീൽ ഗുഡ് അബൌട്ട് ഇറ്റ്. ഞാൻ രാജീവ് മേനൻ ഒരുപാട് ജിംഗിൾ ഞാൻ ചെയ്തിട്ടുണ്ട്, മ്യൂസിക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഐ ഹാവ് എൻജോയ്ഡ് ദോസ് ജിംഗിൾസ്.